ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ രാജധാനി കരിയർ അക്കാഡമിയിലാണ്, നിയർ ബേക്കറി ജംഗ്ഷൻ. ഇത് നടത്തിക്കുന്നത് പ്രതീഷ് സാർ. അത്യാവശ്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു ബിൽഡറാണ്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ നടത്തുന്നുണ്ട് നിയർ നമ്മളെ റിസർവ് ബാങ്ക്, വെരി ബിഹൈൻഡ് റിസർവ് ബാങ്ക്. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച്, വലുപ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടുത്തെ സ്റ്റുഡൻസിനെ കണ്ടു, ക്ലാസ് റൂംസിലെല്ലാം കയറി, അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കണ്ടു. അവരെല്ലാം എനിക്ക് തോന്നുന്നു വെരി ഹൈ അപ്രോച്ച്, വെരി ഹൈ വ്യൂ ഉള്ള ഒരു സ്റ്റാഫ് കോർഡിനേഷൻ ഇവിടെ ഞാൻ കണ്ടത്. ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എബോ 80% ഓഫ് ദ സ്റ്റുഡൻസ് they are very much engaged in the studies as well as they are very much engaged to go to job എന്നുള്ളതാണ്. അവരുടെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നത് ക്ലയന്റ് അപ്രോച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ ക്ലയന്റിനെ കണ്ടുപിടിക്കുക, അവരെ ഡിസ്കസ് ചെയ്യുക, അവരുടെ മനസ്സിലുള്ള പ്ലാനുകൾ, അവരുടെ ഡിസൈൻസ്, അവരുടെ ആശയങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, വീടാകുമ്പോൾ ആഗ്രഹം ഞാൻ പറയണ്ടല്ലോ, ഇതെല്ലാം മനസ്സിലാക്കി ഒരു പ്ലാന് 2-3 തവണ അവരുമായിട്ട് ഇരുന്ന് കറക്റ്റ് ചെയ്ത് 3D ആക്കി പെർമിറ്റ് എടുത്ത് വർക്ക് ചെയ്ത് കീ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ, എങ്ങനെ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ 3D വരച്ച് ആ ക്ലയന്റിന്റെ ഇഷ്ടത്തിനുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് കൊടുക്കണം, ഇന്ത്യൻ ഡിസൈൻസ് ഉണ്ടെങ്കിൽ അത് ഏത് സ്റ്റേജിൽ ചെയ്യണം, ക്ലയന്റിനെ ഏത് സ്റ്റേജിൽ പറഞ്ഞ് മനസ്സിലാക്കണം, ഡ്രോയിങ് ഏത് സ്റ്റേജിൽ കൊടുക്കണം, കോർപ്പറേഷൻ പ്ലാൻസ് അത് സബ്മിഷൻ ആവട്ടെ അല്ലെങ്കിൽ കംപ്ലീഷൻ ആവട്ടെ, ആ സമയം അത് ചെയ്ത് കൃത്യമായി നമ്പറിട്ട് കറണ്ടും വെള്ളത്തിനും ഒരു തവണ അടച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് അത് ഇവിടുത്തെ ബിൽഡേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 3, ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കഴിഞ്ഞുള്ള ആഫ്റ്റർ സർവീസ്, അത് ഏറ്റവും വലുതാണ്. ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, ഓരോ വീട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലയന്റ് ഉടനെ താമസിക്കും, ചിലപ്പോൾ 6 months കഴിഞ്ഞായിരിക്കും. എപ്പോൾ അവര് കേരളത്തിൽ എത്തിയാലോ ഒരു വിളി മാത്രം അകലെ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ആ സമയത്ത് ഇവിടുന്ന് കൃത്യമായ സർവീസ് ഡെഫിനറ്റ് കിട്ടിയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ സ്ഥാപനം മാത്രം എന്ന് വേണമെങ്കിൽ എടുത്തു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇന്ന് ഇന്റർവ്യൂ ചെയ്തു. ഐ എം വെരി മച്ച് ഹാപ്പി. എന്റെ കഴിഞ്ഞ 30-32 വർഷത്തെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ജീവിതത്തിൽ ഇതുപോലെ കണ്ട ഒരു കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് വെരി ഹാപ്പി, ഐ എം വെരി മച്ച് ഹാപ്പി. താങ്ക് യു സോ മച്ച്. അപ്പൊ ആർക്കെങ്കിലും എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമയോ മറ്റെന്ത് കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്ക് സൈറ്റിലോട്ട് പോകാൻ ആയിട്ട്, അല്ലെങ്കിൽ അതിൽ സംശയം അല്ലെങ്കിൽ പേടി, എന്തുകൊണ്ടോ പറയാൻ, എന്തുകൊണ്ടോ വിളിക്കാം, അങ്ങനെയുള്ള ഏതൊരു സ്റ്റുഡൻസിനും ഇവിടെ വരാം. ഈസിയായി ഹാപ്പിയായി 3D അല്ലെങ്കിൽ ഓട്ടോകാഡ് ഡ്രോയിങ് അല്ലെങ്കിൽ ക്ലയന്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ ക്ലയന്റിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ കിട്ടി പോകുന്നതിന് യാതൊരു സംശയമില്ല. താങ്ക്സ് എ ലോട്ട് ഫോർ പ്രതീഷ് സർ ആസ് വെൽ ആസ് ഫോർ രാജധാനി കരിയർ അക്കാഡമി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്ന് നമ്മുടെ രാജധാനി കരിയർ അക്കാഡമിയിൽ ഒരു ജോബ് ഫെയർ നടക്കുകയുണ്ടായി. അതില് ഇന്ത്യക്കകത്തും വിദേശ രാജ്യത്തിലേക്കുമുള്ള സെലക്ഷനാണ് നടന്നത്. വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, അതിൽ പങ്കെടുത്ത ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരെയും അവർ സെലക്ട് ചെയ്യുകയുണ്ടായി. ഇതിനോടൊപ്പം എന്നെ സഹകരിച്ച എൻ്റെ രാജധാനി കരിയർ അക്കാദമിയുടെ ടീം അംഗങ്ങളോടും മറ്റ് വിദ്യാർത്ഥികളോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. താങ്ക് യു.